അവിടെ അസാധുവായി തീരുകയില്ല. അഥവാ ഐഹികമായ ലോകത്ത് നമ്മൾ ചെയ്യുന്ന ഏതൊരു നന്മയാവട്ടെ ഏതൊരു തിന്മയാവട്ടെ അത് അസാധുവായി തീരുകയില്ല. അതെല്ലാം അവനെ കാണുക തന്നെ ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഏതൊരു മനുഷ്യൻ അണുമണിക്കൂട്ടം നന്മ ചെയ്യുമോ അത് അവനവിടെ കാണുവാൻ സാധിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇനി ഒരു അണുമണിക്കൂട്ടം തിന്മ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളമോ അതും അവിടെ ബോധ്യപ്പെടും, അത് കാണുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. എന്നാൽ പരലോകത്തെ വിജയി ആരാണെന്നോ അമ്മാമൻ തഖുലത് മവാദീനുഹു വഹുവ ഫീ ഈശത്തി റാദിയ. ഏതൊരു മനുഷ്യന്റെ തുലാസുകൾ കനം തൂങ്ങിയോ നന്മയുടെ തുലാസുകൾ കനം തൂങ്ങിയോ ആ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വഹുവ ഫീ ഈശത്തി റാദിയ അവന് തൃപ്തികരമായ ഒരു ജീവിതമാണ് അവിടെ ഉള്ളത് എന്ന്. ശാശ്വതമായ ഒരു ജീവിതത്തിൽ സന്തോഷത്തോടുകൂടി തൃപ്തിയോടുകൂടി ജീവിക്കുവാൻ നന്മകൾ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധിക്കുന്നു. അതുകൊണ്ടാണ് ഏറെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ വിജയിക്കുവാൻ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി അധ്വാനിക്കുവാൻ കഷ്ടപ്പെടുവാൻ നമ്മൾ നിരന്തരമായി ശ്രമിക്കും. ഇവിടെ തന്റെ പാർട്ടിയോ അതേപോലെ തന്നെ തന്റെ ആളുകളോ ജയിക്കുവാനും അതുപോലെ തന്നെ പരാജയപ്പെടുവാൻ സാധ്യതയുണ്ട്. എങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടി തീവ്രമായ പ്രചരണങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തന പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഞാനും നിങ്ങളുമൊക്കെ ആലോചിക്കേണ്ടത് രാവും പകലും അതിനുവേണ്ടി അധ്വാനിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മുദ്രാവാക്യങ്ങൾ വിളിക്കുവാനും അതുപോലെ തന്നെ പ്രധാന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രാവും പകലും ഒക്കെ അധ്വാനിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി ഒരു ആലോചനയ്ക്ക് വിധേയമാകേണ്ടതുണ്ട്. എന്താണ് ആലോചന? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ ഈ ദുനിയാവിൽ നിന്ന് ഞാൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകേണ്ടി വന്നാൽ പാരത്രികമായ ലോകത്തെ ആ ഒരു വിജയം വരിക്കുവാൻ ആ ഒരു രക്ഷ തനിക്ക് ലഭിക്കുമോ എന്നതിനെ സംബന്ധിച്ചാണ് ഗൗരവത്തോടുകൂടി ഓരോരുത്തരും ആലോചിക്കേണ്ടത്. തൊട്ടടുത്ത പള്ളിയിൽ നിന്നും ബാങ്കുകൾ കേൾക്കുമ്പോൾ ആ സമയത്ത് കൃത്യമായി അതിന് ഉത്തരം നൽകാതെ 5-10 മിനിറ്റ് സമയം നമസ്കാരത്തിന് വേണ്ടി ചിലവഴിക്കാതെ അത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഗൗരവത്തോടുകൂടി ഒന്ന് ആലോചിക്കണം. ആ ഒരു വേളയിൽ നമസ്കാരം പാഴാക്കിക്കൊണ്ട് നമസ്കാരം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മരണപ്പെടുകയാണ് ഈ വിശ്വാസികളെ. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സ്വന്തം ഉത്തരവാദിത്തങ്ങൾ തന്റെ നാഥനോട് ഉത്തരവാദിത്തങ്ങൾ മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ല. ബഹുദികളെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മുമ്പൊക്കെ വെള്ളിയാഴ്ചകളിൽ പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നത് ജുമയ്ക്ക് ശേഷമുള്ള സമയമായിരുന്നെങ്കിൽ ഇപ്പോ ജുമയുടെ സമയം അത് മാത്രമായിക്കൊണ്ട് അതിന് വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ നാഥനോടുള്ള ഉത്തരവാദിത്വം മറന്നുകൊണ്ട് ജുമുഅ ജമാഅത്തുകളിൽ പങ്കെടുക്കാതെ നമ്മുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രധാന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. ആലോചിക്കണം, 1 മണിക്കൂർ സമയം ജുമുഅക്കും ജമാഅത്തിനും വേണ്ടി ചിലവഴിക്കാതെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ ആലോചിക്കേണ്ടത് യഥാർത്ഥ മുസ്ലിമാണ് എന്ന് പറയുവാൻ സാധിക്കുമോ? അവസരങ്ങളുണ്ട്, കൃത്യമായി പള്ളിയിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ഇപ്പോൾ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരുടെ മനസ്സുകളിലേക്ക് കടന്നു വരുന്നത് എന്താണല്ലോ, ജുമുഅയ്ക്കൊന്നും പോയിട്ടില്ലെങ്കിൽ അത് പ്രശ്നമില്ല, ജമാഅത്തിനും പള്ളിയിലേക്ക് പോയിട്ടില്ലെങ്കിൽ അത് പ്രശ്നമില്ല, ഈ നമസ്കാരം നിർവഹിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല എന്നിടത്തേക്ക് വരെ പല ആളുകളും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് വിശ്വാസികളെ. അതുകൊണ്ട് ഒരിക്കലും അത്തരത്തിലുള്ള പ്രവർത്തന പരിപാടികളെ നമ്മെ സംബന്ധിച്ചിടത്തോളം പാടില്ല. എങ്ങനെ തന്റെ നാഥനോടുള്ള ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാത്ത ഒരു പ്രചാരണ പരിപാടികൾ നമ്മെ സംബന്ധിച്ചിടത്തോളം പാടില്ല. മറിച്ച് തന്റെ നാഥനോടുള്ള കൃത്യമായ ബാധ്യതകൾ നിർവഹിക്കുന്ന ആളുകളായി തീരേണ്ടതുണ്ട്. എങ്കിൽ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രക്ഷ ലഭിക്കുന്നില്ല. നമ്മളെ തെരഞ്ഞെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിലേക്കോ അല്ലെങ്കിൽ ബ്ലോക്കിലേക്കോ ജില്ലയിലേക്കോ തെരഞ്ഞെടുത്തതിന്റെ ചാരിത
ഒരുപക്ഷേ അത്തരത്തിൽ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾക്ക് ലഭിച്ചു എന്ന് വരും. പക്ഷേ സ്വന്തം ഉത്തരവാദിത്തങ്ങളെ മറന്നുകൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ആരും രക്ഷിക്കാനുണ്ടാവുകയില്ല, അവിടെ സഹായിക്കാൻ ഒരാളുണ്ടാവുകയില്ല. സ്വന്തം അമലുകൾ മാത്രമായിരിക്കും തങ്ങളോരോരുത്തരുടെയും അടുക്കലുണ്ടാവുക എന്ന ബോധവിശ്വാസികളെ നമുക്കുണ്ടാകും. ആ ഒരു ചോദ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. യാ അയ്യുഹല്ലദീന ആമനൂ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കണം. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളത്തേക്ക് വേണ്ടി എന്തൊരു കർമ്മങ്ങളാണ് മുൻകൂട്ടി ചെയ്തു വെച്ചിട്ടുള്ളത്. ഇന്നലെ നാളെ ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ മരണപ്പെട്ടു പോകുമ്പോൾ എന്തൊരു അമലുകളാണ്, എന്തൊരു സൽക്കർമ്മങ്ങളാണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് വിശ്വാസികളെ നിങ്ങളൊക്കെ ആലോചിച്ചു. ഓരോ കാര്യങ്ങളെ കുറിച്ച് എടുത്തു നോക്കുമ്പോൾ, ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാര കർമ്മത്തെ കുറിച്ച് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അത് കൃത്യമായി നിർവഹിച്ചത് പറയുവാൻ നമുക്ക് സാധിക്കുമോ? സകാത്തിന്റെയും നോമ്പിന്റെയും ഹജ്ജിന്റെയും ഉംറയുടെയും കാര്യം കൃത്യമായി നിർവഹിച്ചത് പറയാൻ സാധിക്കുമോ? സദഖകളുടെയും മറ്റു ദാനധർമ്മങ്ങളുടെയും കാര്യം നമുക്ക് ഓരോരുത്തരും കൃത്യമായി നിർവഹിച്ചത് പറയുവാൻ സാധിക്കുമോ? വിശ്വാസികളെ, മാതാപിതാക്കളോട് ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുവാൻ സാധിക്കുമെന്ന് പറയുവാൻ സാധിക്കുമോ? തങ്ങളുടെ മക്കളോടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കാൻ സാധിച്ചു എന്ന് പറയാൻ സാധിക്കുമോ? എങ്കിൽ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ വിജയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സ്വന്തത്തിന് വേണ്ടി, നാളത്തേക്ക് വേണ്ടി എന്താണ് മുൻകൂട്ടി ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ അവസരങ്ങളിലും അല്ലാഹുവെ സൂക്ഷിക്കണം. അത് രാവുന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ സാഹചര്യങ്ങളിലും അല്ലാഹുവിനെ സൂക്ഷിക്കുവാൻ തയ്യാറാകണം. കാരണം ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ, നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂക്ഷ്മമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അറിയും. ആ ഒരു ബോധത്തോടു കൂടി അല്ലാഹുവെ ആരാധിക്കുവാനും കൂടുതൽ നന്മകൾ ചെയ്യുവാനും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. നാളെയുള്ള സമ്പാദ്യം കൂടുതൽ നന്മ ചെയ്യുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാസസ്ഥലമായി പരിചയപ്പെടുന്നവരും സ്വർഗമാണ്. പഠിപ്പിക്കുക. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു സ്വർഗം ലഭിക്കണമെങ്കിൽ കൂടുതൽ നന്മകളും തന്റെ നാഥനോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശാശ്വതമായ നരകമാണ് അവർക്ക് ലഭിക്കുക എന്ന് പറയുന്ന വചനത്തിലൂടെ അമ്മാമൻ ഖഫ്ഫത് മവാദീനുഹു ഫഉമ്മുഹു ഹാവിയ ഫഅമ്മാമൻ ഖഫ്ഫത് മവാദീനുഹു, എന്നാൽ ഏതൊരുവിന്റെ ഉലാസ് ലഘൂകരിച്ചു, നന്മയുടെ ക്ലാസുകൾ ലഘൂകരിച്ചു, കനം കുറഞ്ഞു പോകും, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഫഉമ്മുഹു ഹാവി, അവന്റെ സങ്കേതം ഹാവിയയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ, എന്താണ് ഹാമിയ എന്നാൽ എന്താണ് നിനക്ക് അറിയുമോ? പ്രവാചകനോട് ചോദിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നത് നാറുൻ ഹാമിയ, ചൂടേറിയ നരകാഗ്നിയെ. ആരെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്നതാണ്? കർമ്മങ്ങൾ ചെയ്യാതെ അലസന്മാരായിക്കൊണ്ട് മടിയന്മാരായിക്കൊണ്ട് ജീവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭൗതികപരമായ എല്ലാ കാര്യങ്ങൾക്കും സമയം കണ്ടെത്തി ഒരുപാട് സാഹചര്യങ്ങൾ അതിനു വേണ്ടി വിനിയോഗിച്ചു. പക്ഷേ തന്റെ ആത്യന്തിക ലക്ഷ്യമായ പരലോക വിജയത്തിന് വേണ്ടി അധ്വാനിക്കാൻ തയ്യാറാണ്. ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം കൂടേറിയ നരകാഗ്നിയിൽ അവർ കടന്നിരിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം ആകാം, പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം പരലോക ജീവിതം അതൊരിക്കലും തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാകാം. പരലോക ജീവിതം അത് നമുക്ക് സുരക്ഷിതമായി കഴിയാൻ സാധിക്കണം. അവിടെയാണ് യഥാർത്ഥ ജീവിതം. അവിടെ ബുദ്ധിമത്വം ആരോപിക്കാൻ കഴിയും. അതേപോലെ തന്നെ അനീതിയോടുകൂടി ഒരിക്കലും തന്നെ മറ്റുള്ളവരുടെ പിന്തുണ ലഭിക്കുകയില്ല. കാരണം എന്താ? സർവാത്മനായ അല്ലാഹുവാണ് അവിടെ വികാരങ്ങൾ.
ഒരാൾക്കും അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുകയും അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടുന്ന രംഗം ഓരോ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കും. അവിടെ ഒരാൾ മറ്റൊരാളെ സഹായിക്കണം. ഇവിടെ അണികളുണ്ടാകും, അതേപോലെ തന്നെ നേതൃസ്ഥാനത്തുള്ള ആളുകൾ പക്ഷെ ഉണ്ടായിരുന്നവരും പക്ഷെ പരലോകത്ത് ഒരാളെ സഹായിക്കാൻ ഒരാൾ മറ്റൊരാളുടെ പാപഭാരം ഏറ്റെടുക്കുകയും ഓരോരുത്തരും ചെയ്ത് പ്രവർത്തിച്ചതെന്തോ അതേ അവരവിടെ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ കർമ്മങ്ങൾ മാത്രമായിരിക്കും, നമ്മുടെ സൽക്കർമ്മങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ ഇടയിൽ ഉണ്ടാവുക. അതായിരിക്കും രക്ഷയ്ക്കുണ്ടായിരിക്കുക എന്ന് നമ്മൾ തിരിച്ചറിയും. ആ ഒരു ബോധമാണ് വിശ്വാസികളെ, സഹോദരങ്ങളെ. എന്തിനാണ് വിശ്വാസികളെ ഇതെല്ലാം കൃത്യമായി കൊണ്ട് ഖുർആൻ നമുക്ക് ബോധിപ്പിച്ചു തരുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് ഇടയ്ക്കുള്ള ഈ ഒരു മുന്നറിയിപ്പുകൾ എന്തെന്നറിയോ? പരലോകത്ത് മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുന്ന ആ ഒരു സമയത്ത് കൃത്യമായും സംസാരിക്കാൻ പോലും കഴിയാത്ത ആ ഒരു സാഹചര്യത്തിൽ അല്ലാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കണമെങ്കിൽ, അല്ലാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈഹികമായ ലോകത്തെ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് കൂടുതൽ നന്മകൾ ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത് മാത്രം. ഇവിടെ എല്ലാവരും നിശബ്ദരായി നിൽക്കുന്ന സാഹചര്യം. ആ ഒരു സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരോടും ചോദിക്കും, ഓരോരുത്തരോടും വിചാരണ നടത്തും, ഓരോരുത്തരുമായി അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു വരുന്നതാണ്. നന്മയുടെ ധനം തൂങ്ങിയ ആളെ സംബന്ധിച്ചിടത്തോളം, അവന്റെ വലത് കൈയിൽ ഗ്രന്ഥം ലഭിച്ച ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രക്ഷപ്പെടുകയാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെ വലത് കൈയിൽ അവന്റെ ഗ്രന്ഥം ലഭിക്കപ്പെട്ടുവോ മനുഷ്യൻ പറയും, ഇതാ എന്റെ ഗ്രന്ഥമില്ല, ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയെന്ന് ആര് പറയും? സത്യവിശ്വാസികളായ ആളുകൾ കൂടുതൽ നന്മകൾ ചെയ്ത്, ഐഹികമായ ലോകത്ത് കൂടുതൽ നന്മകൾ ചെയ്ത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന്റെ വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുമ്പോൾ അവൻ പറയുക, ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കൂ എന്ന് അവൻ പറയുന്നു. എന്നിട്ട് പിന്നീട് അവൻ പറഞ്ഞത്, ഇതേപോലെ വിധാരണ അഭിമുഖീകരിക്കേണ്ടവരാണ് ഞാൻ, ആ ഒരു ബോധം എനിക്ക് ഉണ്ടായിരുന്നു എന്ന് ആ മനുഷ്യൻ പറയുക. ആർക്കും സാധിക്കുകയുള്ളൂ? സത്യവിശ്വാസികൾക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. തൃപ്തികരമായ ജീവിതമായിരിക്കും അവനുണ്ടായിരിക്കുക. ഉന്നതമായ സ്വർഗ്ഗത്തിൽ അത്തരം ആളുകൾ വസിക്കുകയും ചെയ്യും. അതുകൊണ്ട് വിശ്വാസികൾ അത്തരം ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകാനാണ് ഞാനും നിങ്ങളും ആലോചിക്കുന്നത്. എന്നാൽ സ്വന്തം ഇച്ഛക്കും താല്പര്യത്തിനും അനുസരിച്ചുകൊണ്ട് ഐഹികമായ ലോകത്ത് ജീവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇടത് കൈയിൽ അവർക്ക് ഗ്രന്ഥം ലഭിക്കപ്പെടുന്നു. ആ സമയത്ത് അവരെ ഖേദിക്കുന്ന അവർ പറയുന്ന എന്നാൽ ഏതൊരുവന്റെ ഇടത് കൈയിൽ അവർ ഗ്രന്ഥം ലഭിച്ചുവോ മനുഷ്യൻ പറയുകയാണ്, എത്ര നന്നായിരുന്നു, വലം എന്റെ വിചാരണയെക്കുറിച്ച് ഞാൻ അറിയാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്റെ വിചാരണയ്ക്ക് നടക്കാതെ എല്ലാം നശിക്കുന്ന ഒരു സാഹചര്യം എനിക്കുണ്ടായാൽ എത്രമാത്രം നന്നായിരുന്നു എന്ന് ആ മനുഷ്യൻ ആഗ്രഹിച്ചു. എന്റെ വിധിയും മറ്റു കാര്യങ്ങളും എനിക്കൊന്നും കാണാതെ അറിയാതെ ഒന്ന് രക്ഷപ്പെട്ടാൽ എത്ര നന്നായിരുന്നു എന്ന് വിലപിച്ചുകൊണ്ട് വിശ്വാസികളായ ആളുകൾ പറയും. പക്ഷേ ഒരിക്കലും അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ അവർക്ക് സാധിക്കുകയും വിശ്വാസികളെ നമ്മൾ ആലോചിക്കും. ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരുപാട് ആളുകളുണ്ടായിരുന്നു, ഒരുപാട് സ്ഥാനങ്ങളും അതുപോലെ തന്നെ അഭിമാനങ്ങളും അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകും. പക്ഷേ ആത്മീയമായ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളിൽ പെട്ടവരായിരിക്കാൻ നമുക്ക് സാധിക്കണം. അവിടെ വിജയിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവിടെ പരാജയപ്പെട്ടാൽ ശാശ്വതമായ പരാജയമാണ് അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം.
ഇവിടെ പരാജയം സംഭവിച്ചാൽ അത്തരം ആളുകൾ പിന്നീട് യോഗത്തിൽ ചേരും. എന്നിട്ട് പരാജയ കാരണങ്ങളെ കുറിച്ച് അന്വേഷിക്കുവാനും അതുമായി വിലയിരുത്തുവാനും തയ്യാറാകും. പിന്നീട് വരുന്ന വർഷങ്ങളിൽ വിജയം വരിക്കാൻ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുവാൻ അങ്ങനെയും യോഗം വരും. പക്ഷേ പരലോകത്ത് നമുക്ക് അതിനുള്ള ഒരു അവസരമില്ല. അല്ലാഹുവിനെ മുന്നിൽ കഴിഞ്ഞാൽ നന്മകൾ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രക്ഷയും, അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ശാശ്വതമായ നരകവും അവർക്ക് ലഭിക്കുമ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോകും. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുവാനുള്ള ഒരവസരം, വിലയിരുത്തുവാനുള്ള അവസരം അവർക്ക് പിന്നീട് ലഭിക്കുകയില്ല. അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ആളെ റബ്ബ് നമ്മുടെ രേഖ പരിശോധിച്ച് വിധി പറയുമ്പോൾ പരാജിതരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരിച്ചു വന്നുകൊണ്ട് കൂടുതൽ നന്മകൾ ചെയ്തുകൊണ്ട് മരണപ്പെട്ട ഭാവിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ഒരിക്കലും സാധിക്കുകയില്ല. നരകവാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നരകത്തിൽ കിടന്ന് അട്ടഹസിച്ച് വിലപിക്കുന്നതായ ചില കാര്യങ്ങളെ സംബന്ധിച്ച് വിശ്വസിക്കാൻ വെച്ചിട്ടില്ല, അവര് നന്മകൾ ചെയ്തില്ല. തോന്നിയതുപോലെ ജീവിക്കുവാൻ തയ്യാറായി അല്ലാഹുവോടുള്ള ബാധ്യതകൾ നിർവഹിക്കാത്ത സാഹചര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. അവർ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട സാഹചര്യം. ആ മനുഷ്യരെ വിലപിച്ചുകൊണ്ട് പറയുന്നത് അവർ അതിൽ വെച്ചുകൊണ്ട് അലമുറയിട്ട് വിളിച്ചു പറയുകയാണ്, അട്ടഹസിച്ചുകൊണ്ട് ഓരോ ശബ്ദത്തോടുകൂടി അവർ പറയാൻ എന്താ പറയുന്നത്? ഞങ്ങളെ ഈ നരകത്തിൽ നിന്ന് പുറത്താക്കും. ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം നാഥ. ഞങ്ങൾ ദുനിയാവിൽ ചെയ്യാത്ത ഒരുപാട് നന്മകളുണ്ട്, ഐഹികമായ ലോകത്തിൽ വെച്ച് ചെയ്യാത്ത ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് നാഥ. ഞങ്ങൾ ആ നന്മകളെല്ലാം ഞങ്ങൾ പ്രവർത്തിച്ചു കൊള്ളാം, അതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുന്ന ചോദ്യം, അവലം അമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ. നിങ്ങൾ കുറ്റാലോചിക്കുവാനില്ല, അതിനുള്ള അവസരം നിങ്ങൾക്ക് നൽകിയില്ലേ? നിങ്ങൾ ദുനിയാവിൽ വർഷങ്ങളോളം ജീവിച്ചില്ലേ? ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആലോചിക്കാനുള്ള സമയം നിങ്ങൾക്ക് ലഭിച്ചില്ലല്ലോ, ആ ലഭിച്ചത് നിങ്ങൾ ഉപയോഗപ്പെടുത്തിയില്ലല്ലോ. പറയാൻ അതുകൊണ്ട് അവരോട് വീണ്ടും പറയുന്നതല്ലോ, അതുകൊണ്ട് നിങ്ങൾ ആസ്വദിച്ചോളൂ, ഈ നരകം നിങ്ങൾ അനുഭവിച്ചുകൊള്ളുക. നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സഹായം ഇല്ല, നിങ്ങൾക്ക് രക്ഷയില്ല എന്നേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു വചനത്തിലെ കുറ്റവാളികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസ്ഥ വിവരിക്കുകയും അതിലേക്ക് സൂചന നൽകുന്ന വചനമാണ് ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലൗ തറായിൽ മുജ്രിമൂന യഖിസൂസിഹിം ഇൻദ റബ്ബിഹിം. അലൗ തറാനി കാണുകയാണെങ്കിൽ ഇതിൽ മുജ്രിമൂന കുറ്റവാളികളായ ആളുകളെ യഖിസൂസിഹിം ഇൻദ റബ്ബിഹിം തന്റെ റബ്ബിന്റെ അടുക്കൽ തല താഴ്ത്തി നിന്നുകൊണ്ട് അവരെ കേരിച്ച് പറയുകയാണ്. പിന്നെ മുമ്പിൽ തല താഴ്ത്തി നിന്നുകൊണ്ട് പറയാം. എന്താ അവർ പറയുന്നത്? ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം റബ്ബനാ ബസർനാ വസമിഅനാ, റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ കേൾക്കുകയും അതുപോലെ തന്നെ കാണുകയും ചെയ്തിട്ടുണ്ട് നാഥ. ഇത് ഞങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ നരകവും സ്വർഗവും സത്യമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊള്ളാം. പിന്നെ ഞങ്ങൾ ദൃഢവിശ്വാസികളായി, അതുകൊണ്ട് ഞങ്ങളെ തിരിച്ചയക്കുന്നത് ഞങ്ങൾ നന്മകൾ ചെയ്തുകൊണ്ട് തിരിച്ചു വരാൻ എന്ന ആ ഒരു ആവലാതി അവരെ ബോധ്യപ്പെടുത്തൽ ഒരിക്കലും ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയും. അപ്പൊ സൂചിപ്പിച്ചത് ഐഹികമായ ലോകത്തെ പരാജയങ്ങളും അതുപോലെ തന്നെ ജയങ്ങളും ഒക്കെ വിജയവുമൊക്കെ അത് ദൂരീകരിച്ചുകൊണ്ട് അതിനുള്ള പരിണിത ഫലമായി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. എന്നാൽ നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ
പരലോകത്ത് നഷ്ടക്കാരുടെ പെട്ടുപോയാൽ ഒരിക്കലും അത് തിരുത്തുവാനുള്ള ഒരു അവസ്ഥ നമ്മെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുകയില്ല. അവര് ബോധത്തോടുകൂടി വിശ്വാസികളിലേക്ക് ജീവിക്കുവാൻ സാധിക്കും. അവര് പരലോക വിജയം മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ മറ്റു പ്രവർത്തനങ്ങൾ ഉണ്ടാകും. ഐഹികമായ ലോകത്ത് നമ്മൾ പല ഭൗതികപരമായ കാര്യങ്ങൾ ചെയ്യുന്നു, അതോടൊപ്പം തന്റെ ആത്യന്തികമായ ലക്ഷ്യം സ്വർഗം നേടിയെടുക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഒരിക്കലും മറന്നു കളയുവാൻ അവർ ബോധത്തോടുകൂടി കൂടുതൽ നന്മകൾ ചെയ്യുക, പരലോക രക്ഷക്കായി അധ്വാനിക്കുക, പ്രകാരം ജീവിതം നയിക്കുവാൻ ഏവരെയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ബുറേവി എന്ന ചുഴലിക്കാറ്റിന് സാധ്യത മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. അൽഹംദുലില്ലാഹ്, ആ ഒരു വലിയ പരീക്ഷണത്തിൽ നിന്നും അല്ലാഹു നമ്മെ രക്ഷപ്പെട്ടു. അത് തീവ്രമായ ന്യൂനമർദ്ദമായി മാറുകയും ചെയ്തു. പ്രകൃതിയിലുണ്ടാകുന്ന പ്രതിഭാസങ്ങളെ കുറിച്ച്, അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനും ആലോചിക്കുവാനും വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ കഴിവുകേടിനെ കുറിച്ചും അതേപോലെ തന്നെ സൃഷ്ടാവിന്റെ കഴിവിനെ കുറിച്ചും അല്ലാഹുവിലേക്ക് അടുക്കുവാനുള്ള സാഹചര്യമായി നമ്മൾ കാണേണ്ടതുണ്ട്. വിശ്വാസം വർദ്ധിക്കുവാനും അതുപോലെ തന്നെ ഇഹലോകത്തിന്റെ നശ്വരതയെ മനസ്സിലാക്കുവാനും അങ്ങനെ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തും. ഇത്തരം മേഖലകളിലെല്ലാം പ്രവാചകന്റെ മാതൃക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആകാശം ഇരുണ്ടു പോവുകയും കാറ്റ് പ്രത്യക്ഷപ്പെടുകയും പ്രകൃതിയിൽ അവിചാരിതമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ പ്രവാചക മാതൃക പിൻപറ്റുവാൻ നമുക്ക് സാധിക്കേണ്ടത്. കാറ്റും ഇടിയും ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി നമ്മോട് കൽപ്പിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വഅഊദു ബിക മിൻ ശർരിഹ. അല്ലാഹുവേ, ഈ കാറ്റിൽ നിന്നുള്ള നന്മയെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഈ കാറ്റിലൂടെ ഉണ്ടാകുന്ന തിന്മയെ അതിൽ നിന്ന് കാവലിനെ ചോദിക്കുകയും ചെയ്യുന്നു എന്ന് വിശ്വാസികളോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പഠിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് എല്ലാ മേഖലകളിലും എല്ലാ സാഹചര്യങ്ങളിലും വിശ്വാസികൾ തങ്ങളുടേതായ നിലപാടുകൾ സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാലാവസ്ഥാ നിരീക്ഷകരും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ നിർദ്ദേശം നൽകുമ്പോൾ അത് കൃത്യമായി സംഭവിക്കുകയും അതുപോലെ തന്നെ സംഭവിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് തന്റെ നാഥനിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള സമയവും സാഹചര്യവും നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കിയെടുക്കുകയും അത്തരം അവസരങ്ങളിലെല്ലാം ആത്മാർത്ഥമായി അല്ലാഹുവോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാവുകയും ചെയ്യും. പ്രകൃതിയിലുണ്ടാകുന്ന ഒരുപാട് പ്രക്ഷോഭങ്ങൾ അതുപോലെ പ്രയാസങ്ങൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അത്തരത്തിലുള്ള ആ പ്രയാസകരമായ സാഹചര്യങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് ശക്തമായ പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാത്തു രക്ഷിക്കുകയും ചെയ്യും. മാരകമായ രോഗങ്ങളിൽ നിന്ന് പകർച്ചവ്യാധികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും കാത്തു രക്ഷിക്കുകയും ചെയ്യും. അല്ലാഹുവേ, ഞങ്ങളുടെ സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകി മാനസികമായ ലോകം വെച്ച് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യും. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും ആദാ എന്റെ മഹത്തായ പദവി കൊണ്ട്
അല്ലാഹുവേ ഞങ്ങളുടെ രോഗികളായി കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ അവർക്ക് എല്ലാവർക്കും നീ എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കൂട്ടത്തിൽ മരിച്ചു പോയിട്ടുള്ള മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, നമ്മുടെ അയൽവാസികൾ, ബന്ധുക്കാരും അല്ലാഹുവേ അവർക്ക് എല്ലാവർക്കും നീ റഹ്മത്ത് നൽകി അനുഗ്രഹിക്കണം. അവരെയും ഞങ്ങളെയും ആ കാർത്തികമായ ലോകത്തിൽ വെച്ച് നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم احينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا